ഹലോ, വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു സിംഗിൾ കാർഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? ഈ ഒരു സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ഒരു നിമിഷം അറിഞ്ഞിരിക്കേണ്ട മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ നിലവിലെ സാഹചര്യം മറികടക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? അതിനായിട്ട് നമ്മളിവിടെ 3 സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ജെയ്ഡ് ഗ്രൂപ്പ് നമ്പർ 1, വൈറ്റ് ഓപ്പൽ സ്റ്റോൺ ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ടൈഗേഴ്സ് ഐ ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾക്ക് ഇതിലേത് സ്റ്റോണിനോടാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ റീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം, പേഴ്സണൽ റീഡിംഗ് ആണ് ആവശ്യം, പേഴ്സണൽ സൊല്യൂഷൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ്, സൈക്കോളജിക്കൽ സെഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 ബ്ലാക്ക് ജെയ്ഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്താണ് എന്ന് നമുക്ക് നോക്കാം. യെസ്, ഡോഗ് സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. ബി ലോയൽ ടു വാട്ട് യു ലവ് എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് നമ്പർ 19. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്തിൽ കൂടി കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് ലോയലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫോർച്യൂൺസ് വീൽ. ആ ഒരു സമയത്ത് നിങ്ങൾ കാര്യങ്ങളെ മെസ്സപ്പ് ആക്കാതിരിക്കുക, നിങ്ങൾ നിങ്ങളോട് തന്നെ ലോയൽ ആയിട്ടിരിക്കുക, ഹോണസ്റ്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. സിറ്റുവേഷൻസ് മൈറ്റ് ചേഞ്ച്, പീപ്പിൾ മൈറ്റ് ഇവോൾവ്. അതായത് സാഹചര്യങ്ങൾ മാറാം, വ്യക്തികൾ ഇവോൾവ് ചെയ്യാം. പക്ഷെ ആ ഇവോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ചുറ്റും നമ്മളെ സ്നേഹിച്ച് കൂടെ ഉണ്ടായിരുന്നവരോട് നിങ്ങൾ ആ ഒരു ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളോട് തന്നെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സിനോട്, നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളോട്, നിങ്ങളെ സ്നേഹിച്ച് നിൽക്കുന്നവരോടൊക്കെ ഉള്ള ഒരു ലോയലായിട്ട് നിങ്ങൾ നിൽക്കുന്നത് വഴി നിങ്ങൾ കൂടുതലായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചില വ്യക്തികൾക്ക് ഒരു മാരേജിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ ഒരു എനർജിയാണ് ഇവിടെ ഡോഗ് സ്പിരിറ്റ് വരുന്നത്. നമുക്ക് ചില സമയത്തെങ്കിലും വൾണറബിൾ ആവാനായിട്ട് ഭയമുള്ളതായിട്ട് കാണാം. അതായത് നമ്മൾ വളരെ ലോയൽ ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത്, വളരെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് ഇവോൾവ് ചെയ്യും. അത് ഒന്നിച്ച് നിങ്ങളോടൊപ്പം ആ റിലേഷൻഷിപ്പും ഗ്രോ ചെയ്യാണ്. പക്ഷെ അത് ഒരു അറ്റാച്ച്മെന്റിലേക്ക് ഡെഫിനറ്റ്ലി വഴി മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ അറ്റാച്ച്മെന്റ്സ് ചില സമയത്തെങ്കിലും നിങ്ങളെ സ്റ്റക്ക് ആക്കാം, ഒരു സ്റ്റാഗ്നേഷനിൽ എത്തിക്കാം. അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത വിധമുള്ള ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യാം. അപ്പൊ ആ ഒരു സ്റ്റക്നെസ്സിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ അറ്റാച്ച്മെന്റ് കാണിക്കാതിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലോയൽറ്റി, കമ്മിറ്റ്മെന്റ് ഒന്നും കൊടുക്കാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പേടി നിങ്ങൾ എടുത്തു മാറ്റേണ്ടതായിട്ടുള്ള ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തി ബീട്രേ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫേസ് ഒക്കെ മാറി അവർ നിങ്ങളുടെ അടുക്കലേക്ക് തിരികെ വരുന്നതാണ്, നിങ്ങളെ റീകണക്ട് ചെയ്യുന്നതാണ്. നിങ്ങളോട് അവർ ചെയ്തു പോയിട്ടുള്ള, അറിയാതെ അവരുടെ സൈഡിൽ നിന്ന് പറ്റിപ്പോയിട്ടുള്ള മിസ്റ്റേക്സിനെല്ലാം നിങ്ങളോടൊരു ഫൊഗീവ്നെസ് അവർ ചോദിക്കാനും റെഡി ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പർട്ടിക്കുലർലി ചില വ്യക്തികൾക്കുള്ള മെസ്സേജാണ്. അപ്പം ഇതൊരു റീയൂണിയൻ, ഒരു റീകണക്ഷൻ്റെ ഒക്കെ ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ
ലവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ, റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ അധികം ട്രൂത്ത്ഫുൾ ആവുകയും സ്ട്രോങ്ങർ ആവുകയും ഇവോൾവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ബ്ലാക്ക് ജെയ്ഡ് സ്റ്റോൺ, ഈ ഒരു സ്റ്റോൺ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഓറയുടെ ഒരു പ്രൊട്ടക്ഷനാണ്. നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജീസ് വരാതെ ഫിൽട്ടർ ചെയ്ത് നിങ്ങളുടെ ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് എന്നുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ റൂട്ട് ചക്ര ആൻഡ് ഹാർട്ട് ചക്ര ഹീൽ ചെയ്യപ്പെടണം എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജും കൂടെ ഈ ഒരു സ്റ്റോൺ തരുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഷാഡോ സെൽഫ് അതിനെ ഫേസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ഹീൽ ചെയ്യുക. നിങ്ങളുടെ ഷാഡോ സെൽഫ് കണ്ടെത്തേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇത് സ്ട്രെസ്സൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഡീപ്പ് ഇമോഷണൽ ട്രോമയിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതിനൊക്കെ ഒരു ഹീലിംഗ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സമയത്ത് പോസിബിൾ ആണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. സോ യെസ്, അതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഗ്രൂപ്പ് നമ്പർ 2 ഓപ്പൽ സ്റ്റോൺ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വന്നിട്ടുള്ള എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള, നിങ്ങളുടെ ചാലഞ്ചസിനുള്ള, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുള്ള ഒരു സൊല്യൂഷൻ എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. യെസ്, പാന്തർ എനർജിയാണ് വന്നിരിക്കുന്നത്. റീക്ലെയിം യുവർ പവർ എന്നുള്ള ഒരു മെസ്സേജാണ്. ആൻഡ് നമ്പർ 44 ആണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ കാർഡ് ഓഫ് സ്റ്റെബിലിറ്റി. യെസ്, നമുക്കിതിനെ കൂടുതലായിട്ട് നോക്കാം. ഇത് ഒരു എവല്യൂഷന്റെ ഒരു മെസ്സേജാണ് വരുന്നത്. അതായത് കുറേ നാളുകളായിട്ട് നിങ്ങളല്ലാതെ ജീവിക്കേണ്ട സാഹചര്യങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥ നിങ്ങളാകുക. യഥാർത്ഥ നിങ്ങൾ എന്താണെന്ന് കണ്ടെത്താത്തവരാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥമായിട്ടുള്ള ആഗ്രഹം എന്താണ്, അത് മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആഗ്രഹങ്ങളല്ല, കണ്ടീഷൻഡ് ആയി പോയിട്ടുള്ള ആഗ്രഹങ്ങളല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഒരു വേർഷൻ ഉണ്ട്, എ വേർഷൻ ഓഫ് യുവർ സെൽഫ്, എ വേർഷൻ ഓഫ് യു വിച്ച് യു ഹാവ് ഇമാജിൻഡ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു രൂപമുണ്ട്, ഒരു ബിഹേവിയർ ഉണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട്. അതിലേക്ക് ഇവോൾവ് ചെയ്യാനുള്ള, കോൺഫിഡൻസോട് കൂടിയിട്ട് ഇവോൾവ് ചെയ്യാനുള്ള ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് യഥാർത്ഥ പവർ കൊണ്ടുതരും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പുതിയ പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പുതിയ ഐഡിയാസ് തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനൊക്കെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അതിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇതൊരു സ്റ്റെബിലിറ്റിയുടെ കൂടെ ഒരു മെസ്സേജാണ് തരുന്നത്. നിങ്ങൾ ഈ ഒരു സമയം എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അത് ഫോർവർ ആയിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു മെസ്സേജും കൂടാണ് ഇവിടെ വരുന്നത്. അതായത് റിസ്കുകൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആസ്പെക്റ്റുകളിലേക്ക് കടക്കാനും ചാലഞ്ചസിനെ ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യാനും സാധിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ബ്രേവ് ആയിട്ട് നിങ്ങൾ ആക്ട് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. എന്ത് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിലും ധൈര്യത്തോടു കൂടി ചെയ്യുക. അതായത് കറേജ് ടു ആക്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രവർത്തികൾ ചെയ്യാനുള്ള കറേജ് ആർജിച്ചെടുക്കേണ്ട ഒരു സമയം. പേടിയില്ലാതെ, ഭയമില്ലാതെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക. അതുപോലെ ഒരു അഡ്രിനാലിൻ റഷ് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അഡ്വെഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇപ്പം നമ്മളൊരു സ്കൈ ഡൈവ് ചെയ്യുന്ന സമയത്ത്, ബഞ്ചി ജമ്പിങ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ട്. അത് ഓരോ വ്യക്തികൾക്കും പല സാഹചര്യത്തിൽ നിന്ന് ആ ഒരു അഡ്രിനാലിൻ റഷ് അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് വ്യത്യസ്തമാണ്. ജനറലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്പോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്രിനാലിൻ റഷ് അനുഭവിക്കാൻ പറ്റുന്ന, അതായത് വളരെ എക്സൈറ്റിംഗ് ആൻഡ് എൻതൂസിയാസ്റ്റിക് ആൻഡ് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങൾ ജീവിതത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് കടക്കാൻ പോവാണ് എന്നുള്ളൊരു മെസ്സേജാണ് പാന്തർ എനർജി തരുന്നത്.
വളരെ കാലങ്ങളായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുത്ത് വെക്കാനുള്ള സമയം തന്നെയാണ് ഇത് എന്നുള്ള ഒരു എനർജിയാണ്. ബി ബോൾഡ്, ആ ഒരു മെസ്സേജാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കൊരു ന്യൂ ഐഡന്റിറ്റി ഉണ്ടാകാനായിട്ട് പോവുകയാണ്. അതായത് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾ ചില വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ പാത്ത് തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു വലിയൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ പോവാണ് ആൾക്കാർ. അതുപോലെ ചില വ്യക്തികൾക്ക് ഇതും ഒരു മാരേജിന്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഇത്രയും നാളും എന്തായിരുന്ന ആ ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് ഒരു പുതിയ ഐഡന്റിറ്റിയിലേക്ക് വരുന്ന ഒരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട്. വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സ്വപ്നം തുല്യമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ, ജീവിതം, അതിലേക്കൊക്കെ കടക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കാൻ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടെങ്കിൽ ആ ഭയത്തെ നിങ്ങൾ അതിജീവിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സെയിങ് ഉണ്ട്, ഭയപ്പെടേണ്ടത് ഭയത്തെ മാത്രമാണ് എന്നുള്ളത്. അതായത് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലംസോ ചാലഞ്ചസോ ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും നിങ്ങൾ ബോൾഡ് ആണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം ഉണ്ടെങ്കിൽ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഭയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ ഒബ്സ്റ്റക്കിൾസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പൊ നിങ്ങളുടെ മൈൻഡ് ആ പവറിലേക്ക് വരിക എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ വരുന്നത്. സോ അതുകൊണ്ട് ഇപ്പോൾ സാഹചര്യം എത്ര ഇരുട്ടിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു വെളിച്ചം കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ പോലും ഒരു ടണലിന്റെ എൻഡിൽ ഡെഫിനറ്റ്ലി വെളിച്ചം തന്നെയാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ ലൈറ്റ്, ഈ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ആ ലൈറ്റ് വളരെ പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഈ ഒരു വൈറ്റ് സ്റ്റോൺ, ഈ ഒരു ഓപ്പിൾ സ്റ്റോൺ നിങ്ങൾക്കൊരു ഇമോഷണൽ സ്റ്റെബിലൈസർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇതൊരു നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള കറേജ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ഇതൊരു ലവ് ആൻഡ് പാഷന്റെ ഒരു സമയമാണ്. യെസ്, യു ആർ ചേസിങ് യുവർ പാഷൻ, യു ആർ ചേസിങ് യുവർ ലവ് ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾ കറേജിയസ് ആയിട്ട് ചേസ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് ഓപ്പിൾ സ്റ്റോണും പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻഹിബിഷൻസ്, അതായത് അത് ചെയ്താൽ എങ്ങനെയാണ്, ഇത് ചെയ്താൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഇൻഹിബിഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ റിലീസ് ആകാൻ പറ്റുന്ന സമയമാണ്. എല്ലാ ഇൻഹിബിഷൻസിനെയും റിലീസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. വളരെ ക്രിയേറ്റീവ് എനർജിയും നിങ്ങളിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് നിങ്ങളിലേക്ക് ഫോർഎവർ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും, നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുകയും ചെയ്യും, അത് നിങ്ങൾക്കൊരു ഐഡന്റിറ്റി നേടിത്തരുകയും ചെയ്യും, നിങ്ങൾക്കൊരു ഹീലിംഗ് പ്രോസസ് ആയിട്ട് അത് മാറുകയും ചെയ്യും എന്നുള്ള ഒരു എനർജിയാണ്. ആൻഡ് യെസ്, സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജ്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3 ടൈഗേഴ്സ് ഐ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജി ഇപ്പം എന്താണ്, നിങ്ങളുടെ സൊല്യൂഷൻസ് എന്താണ്, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സ്ക്വിറൽ സ്പിരിറ്റ്, ബിലീവ് ഇൻ യോർ സെൽഫ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. യെസ്, 57. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഈ ഒരു സ്ക്വയർ സ്പിരിറ്റ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്താലും വിജയിക്കുമോ, ഞാൻ ഇത്രയും മതിയോ, ഞാൻ മതിയോ ഇതിന്, ആ റോളിന് ഞാൻ ആപ്റ്റാണോ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ യു ആർ ഗുഡ് ഇനഫ് എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. അതായത് നിങ്ങളുടെ വർക്ക് സ്പേസിലാണെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള പല ഡ്യൂട്ടീസ് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റോള് ചെയ്യാൻ ഞാൻ പ്രാപ്തനാണോ, ഞാൻ പ്രാപ്തയാണോ, അല്ലെങ്കിൽ എനിക്കത് സാധിക്കുമോ എന്നുള്ള ഒരു മെസ്സേജാണ്. അതുപോലെ നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോഴും ഇതൊക്കെ റിസീവ് ചെയ്യാൻ ഞാൻ ഡിസേർവിങ് ആണോ എന്നുള്ള ഒരു തോട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത്. ഇപ്പോൾ അത് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഫീഡ് ആയി പോയിട്ടുള്ളതാണ്. അതായത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ട്രോമയുടെ ഒക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഇൻസിഡൻസിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുള്ള സമയമായിരിക്കാം, മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ആയിരിക്കാം. അതിനെ തുടർന്ന് നിങ്ങൾ
നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ഒരു തോട്ട്, നിങ്ങൾ പോരാ പോരാ എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഫീഡായി പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നും അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുമാണ് ആ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അത് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ വേണ്ട എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള കാര്യമായിരുന്നില്ല, അതുകൊണ്ടാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അതിലും ഉപരിയായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ അതിലും ചെറിയ കാര്യങ്ങളിലേക്ക് ചുരുങ്ങി സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. യു ആർ വർക്കിംഗ് ഹാർഡ്. നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് യൂണിവേഴ്സ് കാണുകയും ചെയ്യും എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, യു ഹാവ് എവ്രിതിങ് യു നീഡ് റൈറ്റ് നൗ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ വളരെ സേഫ് ആൻഡ് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സ്പേസിൽ തന്നെയാണ് ഉള്ളത്. അതായത് ഈ ഒരു സ്ക്വിറൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. അവര് മഴക്കാലത്തിന് മുമ്പ് അവർക്ക് വേണ്ട ആഹാരങ്ങളെല്ലാം ശേഖരിച്ച് വെക്കും. അതായത് മഴക്കാലത്തിന് സമയത്ത് അവർക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യാൻ, അവരുടെ ആ ധാന്യം ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന സമയത്ത് അവരുടെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടതെല്ലാം നിങ്ങൾ കുറച്ചായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ഇനഫ് ആണ്. അത് ഇനി വളരെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളിൽ നിന്നത് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, ഇനി നിങ്ങൾക്ക് ഇതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ്. പക്ഷെ ഇവിടെ ചില വ്യക്തികൾക്കാണെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തരത്തിലുള്ള ആവശ്യങ്ങളും ഇല്ല. കാരണം ഓരോ വ്യക്തികളും സ്പെഷ്യലാണ്. ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ടാലന്റ് എങ്കിലും അവർക്ക് ഉണ്ടാകും. അത് ഐഡന്റിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. ഇവിടെ അണ്ണാറ കണ്ണനും തന്നാലായത് എന്നുള്ള ഒരു സെയിങ് ഉണ്ട്. അപ്പൊ അത് ആ അണ്ണാറ കണ്ണന് പോലും ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യങ്ങളാണ്. അത് എത്ര ചെറുതാണെന്ന് തോന്നിയാലും അത് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് ചേർത്ത് വെക്കുന്ന സമയത്ത് അതും ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട്, കണ്ടെത്തുക എന്നുള്ളതാണ്. കണ്ടെത്തിയാൽ മാത്രം പോരാ, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് എൻ്റെ ജീവിതത്തിലേക്കാണെങ്കിലും സമൂഹത്തിലേക്കാണെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കാണെങ്കിലും ഞാനത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിന് ഞാൻ ഒരു തരത്തിലുള്ള ഇൻഹിബിഷനും ഞാൻ വിചാരിക്കുന്നില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിച്ചു കഴിഞ്ഞാലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത്. നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട വിസ്ഡം, റിസോഴ്സസ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങളിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനി അത് ആഡ് ഓൺ ചെയ്യുകയേ ചെയ്യുള്ളൂ, അതായത് ഇനി അത് വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. നിങ്ങളിൽ ഉള്ള നോളജും വിസ്ഡവും റിസോഴ്സസ് ഒന്നും ആരും എടുത്തോണ്ട് പോകാൻ പറ്റില്ല, ആർക്കും അത് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഗ്രോ ചെയ്യുകയാണ്. അപ്പൊ ജീവിതത്തിൽ പല സമയത്തും നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകും. പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ആ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഷെയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പോലെ നോക്കുന്ന ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും, അതായത് പ്ലെയിൻ സൈറ്റിൽ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ട്രഷേഴ്സ് നിങ്ങളുടെ ഉള്ളിലുമുണ്ട്, നിങ്ങളെ തേടി വരാനും പോകുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസിന്റെ രൂപത്തിലായിട്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു ട്രഷർ ലഭിക്കാൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് അതിനെ മനസ്സോട് കൂടിയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവയ്ക്കുക. അതല്ലാതെ കൺസ്ട്രെയിൻസിൽ ഇരിക്കാതിരിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഈ ഒരു ടൈഗേഴ്സ് ആയി പറയുന്നതും നിങ്ങളുടെ കോൺഫിഡൻസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഒരു സ്റ്റോൺ എന്ന് പറയുന്നതിന് സ്റ്റോൺ ഓഫ് കറേജ് എന്നുകൂടി പറയും. അതായത് ധൈര്യം സംഭരിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം, ആ ഒരു എനർജിയാണ് നിങ്ങളിലുള്ളത്. നിങ്ങൾക്കത് ഓൾറെഡി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ. സോ ആ ഒരു ധൈര്യം നിങ്ങൾക്കിപ്പോൾ സംഭരിക്കാനായിട്ട് സാധിക്കുന്നു. ഒരു വിൽ പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളിലേക്ക് വളരെ ക്ലാരിറ്റി വരുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജി, അതായത് വളരെ ശക്തമായിട്ടുള്ള ഒരു റൂട്ട് ചക്ര നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ഗുഡ് ഫോർച്യൂൺ ആണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ വരുന്നുണ്ട്. സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജ് ഈ സമയത്ത്, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസിനുള്ള സൊല്യൂഷൻസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.